കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഈ മൃതദേഹം സൂക്ഷിച്ചതിൽ വലിയ വീഴ്ച വന്നു. തകരാറിലായ ഫ്രീസറിലാണ് മൃതദേഹം സൂക്ഷിച്ചത് എന്നതാണ് പ്രാഥമികമായ നിഗമനം. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ്, അനാസ്ഥയാണ്, മൃതദേഹത്തോടുള്ള അവഹേളനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഡ്രോൺ ആക്രമണം. വിമാനത്താവളത്തിലെ റഡാർ സംവിധാനത്തിന് തകരാറുണ്ടായി. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ട് അബുദാബിയിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന നിലയിൽ അങ്ങനെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതാ ഇപ്പോൾ കുവൈറ്റിന് നേരെയും വിമാന സർവീസുകളെ സാരമായി ബാധിക്കുന്ന സാഹചര്യമുണ്ടല്ലേ? ഗൂഗിൾ നിലവിൽ എന്തായാലും എയർപോർട്ട് അതോറിറ്റി സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്, കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ റഡാർ സംവിധാനത്തിലൊക്കെ ഭാഗികമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ആക്രമണം മാറി. ഈ ഡ്രോൺ ആക്രമണം അത്തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം വരികയാണ്. ഇന്ന് രാവിലെ തുടർച്ചയായി ഉണ്ടായ ആക്രമണം അത് UAE കേന്ദ്രീകരിച്ചും ബഹ്റൈൻ കേന്ദ്രീകരിച്ചുമുള്ള ആക്രമണങ്ങളുടെ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് എങ്കിൽ ഇപ്പോൾ കുവൈറ്റ് കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളുടെ വിവരം കൂടി പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കുവൈറ്റിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ രാവിലെ ആക്രമണം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ റഡാർ സംവിധാനത്തിനെ കാര്യമായി ബാധിക്കുന്ന നിലയിലേക്ക് തന്നെ ഈ ആക്രമണം മാറി എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഈ വിമാനത്താവളങ്ങളുമായി ഈ എയർപോർട്ട് ഈ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ രാവിലെ അബുദാബിയിൽ 2 തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഒരു മേഖലയിൽ തന്നെ 3 തീപിടുത്തമുണ്ടായി എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഈ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ഇവിടെ 2 തീപിടുത്തമുണ്ടായി എന്നത് 3 മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ 5 പേർക്ക് പരിക്ക് എന്നുള്ളത് 6 പേർക്ക് പരിക്ക് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ തീ പൂർണ്ണമായും അണച്ചു എന്നുള്ള വിവരവും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ കാര്യമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടന്നത് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രാവിലെ ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാത്ത നിലയിൽ വലിയ ആക്രമണം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് രാവിലെ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു പുതിയ അപ്ഡേറ്റ് കൂടിയുണ്ട്. അത് ഈ യുക്രൈൻ പ്രധാനമന്ത്രി ഒപ്പം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ UAE പ്രസിഡന്റ് ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സംസാരിക്കുന്നുണ്ട്. അത് ഒരു ചർച്ച ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സമാധാനം പുലരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ള ഒരു വിവരം കൂടി, അത്തരത്തിലൊരു പ്രതീക്ഷ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് പല ഈ ഗൾഫ് രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായി സംസാരിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം ഇപ്പോൾ UAE പ്രസിഡന്റുമായി കൂടി സംസാരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ആക്രമണത്തിന് യാതൊരു തരത്തിലും അയവില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ അത്തരത്തിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു നിലയ്ക്കും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ കുറയ്ക്കുന്നില്ല, അത് ഓരോ ദിവസം കൂടുമ്പോഴും കൂട്ടുകയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഏതാണ്ട് കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഇപ്പോൾ ഉണ്ടാകുന്ന 4ാമത്തെ ആക്രമണമാണ്. സമാധാന ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ്. ഇറാനിലേക്കും ആക്രമണം ഇസ്രയേൽ നടത്തുന്നുണ്ട്. അവരുടെ എണ്ണ ആണവ നിലയങ്ങൾക്കൊക്കെ നേരെയുള്ള ആക്രമണം ഒരു വശത്ത് ഇറാന് നേരെയും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ്. 6 പേർക്കാണ് അബുദാബിയിൽ പരിക്കേറ്റത്. അതിൽ 5 പേർ ഇന്ത്യക്കാരാണ്. ഒപ്പം കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ അല്പം മുമ്പുണ്ടായ ആക്രമണം അത് അവിടുത്തെ റഡാർ സംവിധാനങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് പോയി എന്നതാണ് റഹീസ് നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.